സോ ഇൻ ദാറ്റ് സെൻസ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മേജർ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഫ്യൂവലിങ്ങിൽ ഒരു കാര്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഐഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതായത് രാവിലെ ഓൺ ചെയ്യുന്ന സമയത്തായാലും. അപ്പം അങ്ങനെയൊക്കെ ഒരു ഹെവി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന ഒരു CNG ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആസനത്തിന് താഴെ ഒരു ബോംബ് വെച്ച് ഓടിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. വാട്ട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചാനലിൽ ഞാൻ ഫീച്ചർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഒരു 125cc ഫീച്ചർ ചെയ്യുന്നത് കുറേ കാലത്തിന് ശേഷമായിരിക്കാം. ബട്ട് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ 125cc ഫുള്ളി ഗ്രോൺ ഇന്ത്യൻ മെയ്ഡ് മോട്ടോർ സൈക്കിൾ, ഫസ്റ്റ് പ്രൊഡക്ഷൻ വേർഷൻ ഓഫ് എ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ CNG. അപ്പം ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബജാജിൻ്റെ ഫ്രീഡം 125 ആണ്. ഇതിനകത്ത് 2 ഫ്യൂൽ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. 125cc എഞ്ചിനാണുള്ളത്. അതിനകത്ത് ഒരു പെട്രോൾ ടാങ്ക് ഉണ്ട്, നോർമൽ പെട്രോൾ ഒഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു CNG ടാങ്ക് ഉണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടി ഓടുന്നത്. അപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ വണ്ടി വന്നപ്പോൾ തൊട്ട്. റാദർ ദാൻ ദ CC ഐ ജസ്റ്റ് വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോണ്ട ഗ്രോം പോലെ ഇരിക്കുന്നതാണ്. ഹോണ്ട ഗ്രോം ഇന്ത്യൻസിന് അധികം പരിചയമില്ലാത്ത വണ്ടിയായിരിക്കും. നമുക്ക് ഹോണ്ട നവി എന്ന് പറഞ്ഞ ഇന്ത്യയിൽ കിട്ടുന്നൊരു സംഭവം. ബേസിക്കലി ഹോണ്ട ഗ്രോം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ ഒരു ലുക്കിലാണ് ഈ ഒരു വണ്ടി ഉള്ളത്. ഈ വണ്ടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ക്യാമറയ്ക്കകത്ത് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് കുറച്ചൊരു വലിയ ബൈക്കാണ്. ഒരു 125 കമ്മ്യൂട്ടർ നോക്കുന്ന ഒരു സമയത്ത് കുറച്ചൊന്ന് വലുതായിട്ടുള്ളൊരു ബൈക്കാണ്. അതിനുള്ള ഒരു വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇതിനകത്തൊരു CNG ടാങ്ക് വരുന്നുണ്ട്. നോർമൽ ഫ്യൂൽ ടാങ്ക് ഇതിനകത്തായിരിക്കുന്നത്. അത് 2 ലിറ്ററാണ്. പിന്നെ 2 kg ഉള്ള ഒരു CNG ടാങ്ക് ആ കാണുന്ന സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഷാസീൻ്റെ ഉള്ളിലായിട്ടാണ് അവരത് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ആക്ച്വലി ലോങ്ങറായി. പിന്നെ ഈ ഒരു സംഭവം അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി ടോളറുമായി. അപ്പോൾ ലോങ്ങർ ആൻഡ് ടോളർ ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടർ ബൈക്കാണ്. ഇനി നമുക്ക് വണ്ടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, പിന്നെ ഫൈനലി ഇത് സേഫ് ആണോ, പിന്നെ ഒരു EV എടുക്കുന്നതിന് പകരം ഇതെടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. ഈ പെർട്ടിക്കുലർ ബൈക്കിനകത്ത് ഇതിൻ്റെ ഫോക്കസ് ആക്ച്വലി നേരെയല്ല വെച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഹൈ ബീം എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഓവറോൾ ത്രോ നന്നായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതിന് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ടാഗോട് കൂടിയിട്ടുള്ള ഒരു കവർ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം കമ്മ്യൂട്ടറിന് വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ സെറ്റപ്പാണ്. പക്ഷേ 2 പേര് കയറിയാലോ അതോ നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ഒരു വലിയ കുഴിക്കൂടെയൊക്കെ ചാടിപ്പോയാലോ സസ്പെൻഷൻ ഈസി ആയിട്ട് ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ വേരിയൻസും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഈ വീഡിയോ തന്നെ. പിന്നെ ഫ്രണ്ടിലെ ടയറിന് അത്യാവശ്യം ഗ്രിപ്പുണ്ട്, ടയർ സൈസും ഉണ്ട്. പിന്നെ നമ്മുടെ 125cc എഞ്ചിൻ, അതായത് 2 ഫ്യൂലും വെച്ച് ഓടാൻ പറ്റിയൊരു എഞ്ചിൻ. ഒരു കിക്ക് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ എക്സോസ്റ്റാണ്. കേൾക്കാൻ കുറച്ചൊരു പെപ്പിനെസ് ഒക്കെ ഉണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്, മോശമില്ല. പിന്നെ ചെറിയൊരു ടാങ്ക് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു എൻഡ്യൂറോ ബൈക്കിലൊക്കെ കാണുന്ന ഒരു ടാങ്ക്, എൻഡ്യൂറോ പോലത്തെ ഒരു സീറ്റ്, 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് അങ്ങനെ പറയാം. അതായത് ഇറ്റ് ഹാസ് ടു മച്ച് സ്പേസ്. അപ്പോൾ സ്പേസ് കൺസ്ട്രെയിൻഡ് അല്ല. എനിക്ക് തോന്നുന്നത് ബജാജ് ഈ 4 പേരെയൊക്കെ ആൾക്കാർ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അവർക്ക് കംഫർട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയും സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തൊരു ടാങ്ക് ഇരിക്കുന്നുണ്ട്. 4 പേര് ആക്ച്വലി പോകരുത്. ബട്ട് കംഫർട്ടബിളി ഈ ബൈക്കിൽ ഒരു 3 പേർക്ക് ഇരിക്കാവുന്നതേ ഉള്ളൂ. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ബാക്ക് നോക്കിയാലും വണ്ടി ആക്ച്വലി നല്ല ലുക്കാണ്, കാണാൻ ഭയങ്കര ഭംഗിയൊക്കെയാണ്. ടെയിൽ സെക്ഷനും നല്ല ഒരു ഭംഗിയായിട്ടുണ്ട്. പിന്നെ അത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് റെയറിൽ 120 സെക്ഷൻ ടയറും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു ട്രെലിസ് ഫ്രെയിം വന്നിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ CNG ടാങ്ക് ഇരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമ്മുടെ CNGൻ്റെ പ്രഷർ ഗേജ് കാണിക്കുന്നുണ്ട്, അതിനകത്ത് എത്ര പ്രഷർ ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെയാണ് പെട്രോൾ അടിക്കുക, ഇവിടെയാണ് CNG അടിക്കുക. പെട്രോൾ 2 ലിറ്റർ, CNG 2 kg. പിന്നെ ഈ ഒരു സാധനം കുറച്ച് ഫ്ലിംസി ആയിട്ട് തോന്നി. അത് മാത്രമാണ് ഒരു ബിൽഡ് ക്വാളിറ്റി സൈഡിൽ അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം. ബാക്കി ബിൽഡ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ തോന്നി. പിന്നെ ഈ വണ്ടിക്ക് 3 വേരിയൻസ് ആണുള്ളത്. ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ വൺ വേരിയൻ്റ് എന്ന് പറയുന്നത് LED ലൈറ്റും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും വരുന്നതാണ്. മിഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് LED ലൈറ്റും ഫ്രണ്ടിൽ ഡ്രം ബ്രേക്കും വരുന്നതാണ്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഹാലജൻ ലൈറ്റും പിന്നെ ഡ്രം ബ്രേക്സും ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എക്സ്ഷോറൂം പറയുകയാണെങ്കിൽ 95K, 1.05 lakh, 1.1 lakh, അതൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് കുറച്ചൊരു ടോൾ ബൈക്കാണ്. ഇതിനകത്ത് കയറി ഇരുന്നാൽ തന്നെ മനസ്സിലാവും നല്ല ടോൾ ബൈക്കാണ്. കണ്ടല്ലോ, എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് നല്ല ടോളായിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ കയറി ഇരിക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബൈക്ക് പോലെ തോന്നും. ഒരു എൻഡ്യൂറോ ഫീലാണ്. ഇവിടെ ഇത്രയും ഒരു സീറ്റ് ബാക്കി തോന്നും. പിന്നെ ഇവിടെ ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് ഡയൽ ഓൺ ചെയ്യാം. ബേസിക് സെറ്റപ്പാണ്, ചെറിയ അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ച് ഇല്ല, ഓട്ടോമാറ്റിക്കലി ഓൺ ആവുക ചെയ്യാം.
ഈ കാണുന്ന സ്വിച്ച് എന്ന് പറയുന്നത് CNG വേണോ പെട്രോൾ വേണോ എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്ന സ്വിച്ചാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കട്ട് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. പിന്നെ ഇത് കോൾ ഫീച്ചറിന് വേണ്ടിയിട്ടാണ്. അതായത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ച് എടുക്കാം. പ്രൊവൈഡഡ് നമ്മുടെ ഹെൽമെറ്റിനകത്ത് നമുക്ക് ഇൻ്റർകോം വേണം, എന്നാൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന പാടം പോലെയാണ്. ഒന്നുമില്ല, ഇവിടെ ഒരു സ്റ്റാർട്ട് സ്വിച്ച് മാത്രമുണ്ട്. അതായത് എൻജിൻ കിൽ സ്വിച്ച് വരുന്നില്ല. പിന്നെ ഇതിനൊരു സൈലൻറ്റ് സ്റ്റാർട്ടാണ്. ഓണാക്കി കാണിച്ചു തരാം. കണ്ടല്ലോ, സൈലൻറ്റ് സ്റ്റാർട്ടാണ്. ചെറിയൊരു ഗ്രണ്ടിനെസ് ഉള്ള രീതിയിലുള്ളൊരു എക്സോ സൗണ്ടാണ്. പിന്നെ ഇവിടെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഇത് CNGൻ്റെ ലെവലാണ്. ഇത് പെട്രോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഇത് പോകും. ആക്ച്വലി പെട്രോളിന് ആക്ച്വലി ലെവലില്ല, CNGക്ക് മാത്രമേ ലെവലുള്ളൂ. അപ്പോൾ പെട്രോൾ തീർന്നോന്നറിയാനുള്ള ഫ്യൂൽ ഗേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമുക്ക് ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഒരു ഓഡോമീറ്റർ ഉണ്ട്, ടൈമുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, 5 സ്പീഡാണ് വരുന്നത് ഇതിനകത്ത്, ക്ലോക്ക് ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയാണ് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഓടിയത് CNG മോഡിലാണ്. നിങ്ങൾ കണ്ട പോലെ തന്നെ അങ്ങനെ അതിമാരക പെർഫോമൻസ് ഒന്നുമില്ല. ആൻഡ് ബൈ ദ വേ, ഇതങ്ങനെ അതിമാരക പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളൊരു ബൈക്കും അല്ല, ഇത് കമ്മിയുടെ ബൈക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ലുക്കുണ്ട്. അപ്പോൾ ആൾക്കാർ വരിക്കും, ഓ ഇത് മറ്റു ബൈക്കല്ലടാ, ഇത് നീ മറ്റേ വീലിയൊക്കെ ചെയ്യുന്ന ആ ബൈക്കല്ലടാ എന്ന് ചോദിക്കും. അപ്പം അതല്ല, ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് തന്നെയാണ്. അപ്പം പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 125cc ചെയ്യുന്നത് എന്താണോ, അതായത് ഒരു അണ്ടർ 10 bhp, അണ്ടർ 10 Nm ടോർക്ക്, അങ്ങനെയുള്ള ഒരു പാവം ബൈക്ക്. ഇതിൽ നിന്നും കൂടുതലൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്, അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പവർ ഡെലിവറി എന്ന് പറയുന്നത് വളരെ ലീനിയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, അതായത് 80 എത്താൻ തന്നെ കുറച്ചൊരു സമയം എടുത്തു. ബട്ട് ആക്ച്വലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ, അതായത് പെട്രോൾ ഇട്ട് ഓടിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ പവറും കൂടുതൽ ടോപ്പ് സ്പീഡും കിട്ടുന്നത്. നമ്മൾ CNG ഇട്ടിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറവാണ്. അതായത് ഒരു മേജറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ആ പവറിന്, പക്ഷേ ഒരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. CNG ഇട്ട് ഓടിക്കുന്ന സമയത്ത് 2 പേരൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഒരു സമയത്ത് കുറച്ചൊരു വലിവിനൊരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. അതർവൈസ് ഇറ്റ് ഈസ് ഓൾ സിമിലർ എന്നേ പറയുള്ളൂ. പിന്നെ ടോപ്പ് സ്പീഡ് പെട്രോളിനകത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ആണ് ഒരു ഫ്ലാറ്റ് സർഫസിൽ കിട്ടിയത്. പിന്നെ 112 വരെ പോയി, അതൊരു സ്ലോപ്പ് ആയതുകൊണ്ടാണ് അതങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. 105 ആണ് ഞാൻ കാണുന്നതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ CNGക്ക് അത് 102 ആണ്. അപ്പോൾ ഒരു 3 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ടോപ്പ് സ്പീഡിനകത്തൊക്കെ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. സോ ഇൻ ദാറ്റ് സെൻസ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മേജർ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഫ്യൂവലിങ്ങിലെ ഒരു കാര്യം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഐഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതായത് രാവിലെ ഓൺ ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിലാണെങ്കിലും നമുക്ക് കുറച്ച് ഐഡ്ലിംഗ് കൂടുതലായിട്ടിരിക്കുന്നൊരു ബൈക്ക് പോലെ ഫീൽ ചെയ്യും. അതായത് ഇങ്ങനെ എരമ്പി നിൽക്കുന്ന പോലെ ഒരു ഫീൽ വരും. അത് പിന്നെ ഓടിത്തുടങ്ങുമ്പോൾ മാറിക്കോളും. കാരണം അതിന് മാത്രം പവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ഒരു എൻജിൻ എന്നുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 പേരൊക്കെ കയറ്റി എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ CNG മോഡാണെങ്കിൽ വലിയ നല്ല പണിയായിരിക്കും. അതുപോലെ തന്നെ പെട്രോൾ വെച്ചിട്ടാണെങ്കിൽ പോലും വലിയാനും കുറച്ച് സമയം എടുക്കും. പിന്നെ പെട്രോളും CNG നമ്മൾ സ്വിച്ച് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ CNG ആണ്. പെട്രോളൊക്കെ ആക്കണമെങ്കിൽ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇപ്പം മാറിയിട്ടില്ല. ത്രോട്ടിലൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും മാറിക്കോളും. ഇതൊരു മാറിയിട്ടില്ലല്ലോ. എടാ ആളെ മോശമാക്കല്ലേ, മാറ്. പക്ഷേ ആളെ കളിയാക്കിയ പോലെ ആയല്ലോ. വന്നു ഇപ്പോൾ ഫ്യൂൽ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ആക്ച്വലി ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര ലുക്കായിട്ട് തോന്നും. ഒരുപാട് അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ. അതിപ്പോൾ CNG അടിക്കാൻ പോയ സമയത്താണെന്ന് ഏറ്റവും കൂടുതൽ ഒരു ആളനക്കം കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം ഫ്യൂൽ പമ്പിൽ നിൽക്കുന്ന ഒരു സമയത്തും ഫോൾസ് ന്യൂട്രൽ 4 to 5 ഒരു ഫോൾസ് ന്യൂട്രൽ എപ്പോഴും അടിക്കുന്നുണ്ട്. അപ്പം ഫ്യൂൽ പമ്പിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് എപ്പോഴും ഒരു എൻക്വയറി ഒക്കെ വരും, ഇതെങ്ങനെയാണ് ഓടുന്നത് അതിനൊക്കെ കുറിച്ചിട്ട്. അപ്പം അറ്റൻഷൻ ഗ്രാബിംഗ് ആണ് ബൈക്ക്, അതിലൊരു സംശയമില്ല. കാരണം ആ ഒരു ലുക്കിൻ്റെ ഇതിൽ തന്നെയാണ്.
പിന്നെ ബാക്കി കാര്യങ്ങൾ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ ബൈക്കാണ്. ലൈറ്റർന്ന് ഞാൻ പറയില്ല, അതിന് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 125cc ബൈക്സ് നോക്കുന്ന ഒരു സമയത്ത് ഇത് കുറച്ച് ഹെവിയാണ്. കാരണം ഇതിനകത്ത് ഒരു CNG ടാങ്കും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്കിൻ്റെ ഒരു ഹെവിനെസ് ഇതൊരു ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഇത് ബാക്കി കമ്പ്യൂട്ടേഴ്സ് വെച്ച് നോക്കുന്ന ഒരു സമയത്ത് ഇത് ടോളറുമാണ്. അപ്പം എൻ്റെ ഹൈറ്റിന് ആക്ച്വലി ഇതൊരു ടോൾ ബൈക്കാണ്, അറൗണ്ട് 830 സീറ്റ് ഹൈറ്റാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താ പറയുക, അതുപോലൊരു അത്രയ്ക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്കാണെന്ന് ഞാൻ പറയില്ല ഈ ഒരു റൈഡബിലിറ്റി നോക്കുമ്പം. പക്ഷേ യു ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അതായത് ഓടിച്ച് ശീലിച്ച ആൾക്കാർക്ക് യു ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ അത് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഓടുന്നൊരു ബൈക്കാണ്. ബട്ട് ഇൻ ജനറൽ കുറച്ച് ഹെവിയർ ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ അപ്രൈറ്റ് റൈഡിങ് പോസ്ചറാണ്, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ബോഡി ഇരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് പുറകോട്ടേക്കൊക്കെ ഇരിക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പം ഞാനീ പറഞ്ഞ പോലെ സ്പേസ് ഒരു പ്രശ്നമേ അല്ല, സീറ്റ് വളരെ കംഫർട്ടബിളാണ്. ഓൾ ടുഗദർ ഒരു കംഫർട്ടബിൾ റൈഡിങ് ഫീൽ. പിന്നെ ഈ പറഞ്ഞ പോലെ CNG ഇതിന് അടിയിലിരിക്കുന്നു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് 11 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ബജാജ്. അതായത് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആയുള്ള രീതിയിലും ഈവൺ ഒരു ലോറി കയറ്റി ഇറക്കിയിട്ടുണ്ടെന്ന് വരെയാണ് കേട്ടത്. അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും ബേസിക്കലി. അപ്പം അങ്ങനെയൊക്കെ ഒരു ഹെവി ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന ഒരു CNG ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആസനത്തിന് താഴെ ഒരു ബോംബ് വെച്ച് ഓടിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ആക്ച്വലി ബജാജ് ഇസ് നോട്ട് ഇൻ ടു ദിസ് ബിസിനസ് ഫോർ ദ ഫസ്റ്റ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജിന് ഓൾറെഡി CNG ഓട്ടോറിക്ഷാസ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു ഫീൽഡിൽ കുറച്ച് കാലമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അവർ ആ ഒരു എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് they actually nailed it on a motorcycle. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് they really nailed it. കാരണം വളരെ നല്ലൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫേർണിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ബ്രേക്കാണ്. ഈ ഒരു ബൈക്കിന് വേണ്ട അത്രയും ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രം ബ്രേക്ക് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ 2 ബ്രേക്കും പിടിക്കണം. ഈവൻ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പോലും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് പിടിക്കുന്ന ഒരു സമയത്താണ് ആ ഒരു ഫീഡ്ബാക്ക് നന്നായിട്ട് കിട്ടുന്നത്. ഈ സസ്പെൻഷൻ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തത്, പക്ഷേ ബോട്ടം ഔട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ക്ലച്ച് ഫീൽ വളരെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ഈസി ടു യൂസ്. ഗിയർ ഷിഫ്റ്റ് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്പാണ്, പക്ഷേ 4 to 5 ഒരു ഫോൾസ് ന്യൂട്രൽ വരുന്നുണ്ട്. പിന്നെ ഇതിന് എന്താ പറയുക, ഒരു ഹീൽ ഷിഫ്റ്ററൂടെ വരുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി കമ്മ്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്ത്. ഹീൽ ഷിഫ്റ്റർ ഉണ്ട്, കിക്ക് സ്റ്റാർട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് 3 വേരിയൻസാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 90,000, 1.05 lakh, 1.1 lakh. ഈ ഒരു പ്രൈസിങ്ങിന് ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഇതൊരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടാൻ പോകുന്ന ഒരു ഭാവിയിൽ ഇതെങ്ങനെ ഓടാൻ പോകുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ്. കാരണം ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു മൈലേജാണ് ഫീൽ ചെയ്തത്. ഇതിന് 2 ലിറ്റർ പെട്രോൾ ടാങ്ക് വരുന്നതുകൊണ്ട് തന്നെ അതിന് 1 ലിറ്ററിന് നമുക്ക് 60 കിലോമീറ്റർ മൈലേജ് കിട്ടും, ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അത് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്, കാരണം നന്നായിട്ട് ഓടുന്നുണ്ട്. പിന്നെ CNG വരുന്ന സമയത്ത് per kg 102 ആണ് പറയുന്നത്. അതും ഓൾമോസ്റ്റ് 95+ ഒക്കെ ആയിട്ടാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടാങ്ക് റേഞ്ചാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഫ്യൂവൽ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ പെട്രോൾ വെഹിക്കിളിനെ കമ്പയർ ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഹാഫ് ആയിവരാണ്. പക്ഷേ നമ്മൾ EV ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി EVൻ്റെ അത്രയ്ക്കും എഫോർഡബിൾ ആയിട്ടാവില്ല റൺ ചെയ്യുക. പക്ഷേ ദ പ്ലസ് പോയിൻ്റ് ഇസ് EV ഒരു എന്താ പറയുക, യു ഹാവ് ടു പേ എ ഹ്യൂജ് ലോട്ട് ഓഫ് മണി ടു ബൈ ദാറ്റ് ആൻഡ് ദെൻ ഓക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക 0 റണ്ണിങ് കോസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഇത് കുറേ കൂടെ അഫോർഡബിളായിട്ട് വാങ്ങിയിട്ട് അഫോർഡബിളായിട്ട് റൺ ചെയ്യുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതിന് മുകളിൽ റേഞ്ച് ആങ്സൈറ്റി വേണ്ട, ഇതെപ്പോൾ തീരുന്നുള്ളത്, ഇതെപ്പോൾ തീർന്നാലും നമുക്ക് പോയി അടിക്കാം. അത് പെട്രോളാണ് ഫസ്റ്റ് തീരുന്നുണ്ടെങ്കിൽ പോയി പെട്രോൾ അടിച്ചോളൂ, അതല്ല ഗ്യാസാണ് തീരുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാസ് അടിച്ചോളൂ. പിന്നെ ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ആക്ച്വലി ഞാനൊന്ന് വെപ്രാളത്തിലായിരുന്നു. കാരണം ഇത്രയൊക്കെ വണ്ടികൾ ഇതിനു മുമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറുന്ന ആദ്യമായിട്ടാണ്. വല്ലപ്പോഴൊക്കെ കാറിലൊക്കെ പോകുന്നൊരു സമയത്ത് അവരുടെ വണ്ടിക്കകത്ത് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടെന്നല്ലാണ്ട് ഇതുവരെയും ഞാൻ അതിനകത്ത് എന്താണെന്നുള്ളതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പം ഈ എത്ര ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചേട്ടൻ കയറി ഫുൾ ടാങ്ക് അടിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു ഫസ്റ്റ് ടൈം എങ്ങനെ ഗ്യാസ് ചെയ്യുന്നതൊക്കെ. അപ്പം ഇനി നമുക്ക് ഇന്ത്യൻസിനും പറയാം നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പോവാന്ന്. അത് പൊതുവേ എന്താ പറയുക, ഒരു ഔട്ട്സൈഡ് കൺട്രീസിലേക്കുള്ള ഒരു യൂസേജാണ് ഗോണ ഫിൽ ദ ഗ്യാസ്. അപ്പം നമുക്കും ഇനി ഗ്യാസ് ഫില്ല് ചെയ്യാൻ പോകാവുന്നതാണ് ഈ ഒരു ബൈക്ക് വാങ്ങിയ ശേഷം. അപ്പോൾ പറഞ്ഞു വന്നത് യെസ്, റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ സർവീസ് ഇൻ്റർവെൽ 1 in 5,000 kilometers ആണ്. പക്ഷേ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഡുവൽ ഫ്യൂവൽ റണ്ണിങ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വെയർ ആൻഡ് ടയർ കുറച്ച് കൂടാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബജാജിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, CNG വെച്ച് ഓടുന്ന വണ്ടികൾക്ക് കുറച്ചും കൂടെ ഹീറ്റിംഗ് കൂടുതലായിരിക്കും, കുറച്ചുകൂടെ കോമ്പണൻസിനുള്ള റെസിസ്റ്റൻസും കൂടുതലായിരിക്കണം അത്രത്തോളം നിൽക്കണമെങ്കിൽ. അപ്പോൾ ബജാജിന് ഒരു ഡൗട്ടും ഇല്ല, ഇത് എന്താ പറയുക, ഏതൊരു പെട്രോൾ സ്കൂട്ടർ പോലെയും ഒരു പെട്രോൾ ബൈക്ക് പോലെയും
ഒരുപാട് ഓടുന്നുള്ളതിന്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5000 ഇതിൻ്റെ നോർമൽ സർവീസ് വരുന്നുണ്ടെങ്കിലും എവറി 10,000 കിലോമീറ്റേഴ്സ് ഇതിൻ്റെ ബാക്കി ഫിൽറ്റേഴ്സൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്യണം. കാരണം ദിസ് കംസ് വിത്ത് അഡീഷണൽ ഫിൽറ്റേഴ്സ്. അപ്പോൾ ആ ഫിൽറ്ററൊക്കെ ഒന്ന് ഊരി അഡീഷണലി ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല വൺസ് ഇൻ 2 years ആക്ച്വലി നമ്മൾ ഈ ഒരു CNG ടാങ്ക് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം അത് ഇതിൻ്റെ ഒരു സേഫ്റ്റി മെഷറാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിലും അതിനൊരു കോസ്റ്റ് ഉണ്ട്. ഞാൻ അറിഞ്ഞത് 1500 to 2000 rupees അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്. ബജാജ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത്. അപ്പോൾ അതുകൂടെ ഒരു അഡീഷണൽ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് എനിക്ക് ഹീറ്റിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കുറച്ചുകൂടി ഹീറ്റിംഗ്. കാരണം പറഞ്ഞല്ലോ, അതായത് CNG ഓടുന്നൊരു സമയത്ത് ഇറ്റ് മൈറ്റ് ടെൻഡ് ടു ഹീറ്റ് എ ലിറ്റിൽ മോർ ദാൻ ദ പെട്രോൾ ബൈക്ക്. അപ്പം ആ ഒരു മോഡിൽ ഓടുന്നൊരു സമയത്ത് എനിക്ക് ഹീറ്റിങ്ങോ വൈബ്രേഷനോ ഒന്നും തോന്നിയില്ല. പിന്നെ ഫുൾ റിങ് ചെയ്ത് പിടിച്ചാൽ വൈബ്രേഷൻ ഉണ്ട്. അത് പെട്രോൾ മോഡിൽ ഓടിക്കുമ്പോഴാണ്. CNG മോഡിൽ ഓടിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷനും ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വരുന്നത്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇത് വാങ്ങാം, ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു കോൺ ഹാവ് എ ലിറ്റിൽ ഹാർഡ് ടൈം. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ഹെവിയാണ് കമ്പാരിറ്റീവ്ലി. സാധാരണ 125cc മോട്ടോർ സൈക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയ എന്താ പറയുക, ഒരു ഉള്ളിത്തോല് പോലത്തെ ബൈക്ക് എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതങ്ങനത്തെ ഒരു ഉള്ളിത്തോലല്ല. ഇറ്റ് ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വെയിറ്റ് ആൻഡ് ഇറ്റ്സ് ടാൾ. അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ടാൾ എന്നല്ല പറഞ്ഞത്, ഇറ്റ് ഇസ് ടാൾ, ഉയരം കൂടിയൊരു ബൈക്കാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ. ഇനി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു സെക്കൻഡറി ബൈക്കായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഒരു സ്കൂട്ടി യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ രസമാണ്. ബട്ട് ദ തിങ് ഈസ്, സ്കൂട്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പ്യുവർ എക്കണോമിക്കായിട്ട് പോകണം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ നിങ്ങളിപ്പം എന്താ പറയുക, ചിലർ ഈ എക്സ്പൾസ് ഒക്കെ വാങ്ങാറുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ സിറ്റിയിൽ പറ്റട്ടെ, ഈ നാശം പിടിച്ച റോഡിനെ കൊണ്ട് എനിക്ക് മനം എടുത്തിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാനൊരു എക്സ്പൾസ് വാങ്ങിയത്. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സിറ്റിയിൽ ഓടിക്കുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഇറ്റ് ഇസ് ട്രൂ. അതായത് നമ്മൾ അത്രയും മോശം റോഡുകൾക്ക് നല്ല സസ്പെൻഷനുള്ളൊരു ഓഫ് റോഡിങ് ബൈക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുമ്പം വിൽ ഗോ ആൻഡ് ബൈ ഇറ്റ്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ കാണരുത്. ഞാൻ പറഞ്ഞ പോലെ സസ്പെൻഷൻ്റെ എബിലിറ്റീസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ ഇതിനകത്ത് ഇരുത്താൻ പറ്റും എന്ന് വിചാരിച്ച് 4-5 പേരെ ഒന്ന് ഇരുത്തി വണ്ടി ഓടിക്കരുത്. മോർ ദാൻ ഇല്ലീഗൽ. അത് നമ്മുടെ സേഫ്റ്റിക്കും പ്രശ്നമാണ്, റൈഡറിനും അതൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ്. പിന്നെ ഇത് പൊട്ടിത്തെറിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്കിപ്പോൾ ഇല്ല. കാരണം ഓൾറെഡി ഇത് സർട്ടിഫൈഡ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ബജാജ് ഇസ് ഡൂയിങ് ഇറ്റ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹെൽമെറ്റ് വെക്കാതെ ആൾക്കാർക്ക് ഓടിക്കാനുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഓടിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ലാഘവത്തോടു കൂടി ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പം നമ്മുടെ ഫ്രീഡം 125ൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അത്രയാണ്. ഇതിന് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ. 5 സ്പീഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് 2 ഡൗൺ ഷിഫ്റ്റേ പറ്റുള്ളൂ. പോട്ടെ.